പാലക്കാടൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവേശം ഇരട്ടിയാക്കി കൊട്ടിക്കലാശം. 3 മുന്നണികളും പാലക്കാട് നടത്തിയത് നിയമസഭാ മണ്ഡലം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി പ്രകടനം. വിവാദങ്ങളും അപ്രതീക്ഷിത ട്വിസ്റ്റും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് ബുധനാഴ്ച നടക്കും. ചൂടിനെ പോലും തോൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂട്. 1 മാസം നീണ്ടുനിന്ന താരപ്രചാരണത്തിന് വർണ്ണാഭവും ആവേശവും നിറഞ്ഞ കൊടിയിറക്കം. UDFന്റെ സിറ്റിംഗ് സീറ്റിൽ ഇത്തവണ പോരാട്ടം കടുപ്പം. കൈമെയ് മറന്നുള്ള പ്രചാരണത്തിനൊടുവിൽ ഒലവക്കോട് നിന്നായിരുന്നു കൊട്ടിക്കലാശ ജാഥ ആരംഭിച്ചത്. തുടക്കം മുതൽ രാഹുലിന്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ച ഷാഫി പറമ്പിൽ പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ചേർന്നു. പ്രചരണ വാഹനത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ എത്തിയത് ആവേശം ഇരട്ടിയാക്കി. യൂത്ത് ലീഗ് നേതാക്കളായ മുനവർ അലി ശിഹാബ് തങ്ങളും PK ഫിറോസും ഉൾപ്പെടെ യുവ നേതാക്കൾ രാഹുലിനൊപ്പം തുറന്ന വാഹനത്തിൽ. PC വിഷ്ണുനാഥ് ഉൾപ്പെടെ യുവനേതാക്കളും BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരും നടൻ രമേശ് പിഷാരടിയും കൂടിയെത്തിയതോടെ ആവേശം അത്യുന്നതിയിൽ. ഇക്കുറിയും വിജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുകൾ. വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നും മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു LDFന്റെ കൊട്ടിക്കലാശം. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റി എഴുതിയെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി കൊട്ടിക്കലാശത്തിലേക്ക് ഇറങ്ങുന്നത്. സരിന്റെ ചിത്രങ്ങളും ബലൂണുകളും കലാരൂപങ്ങളും അണിയിച്ചൊരുക്കി കലാശക്കൊട്ടിലും 1 ഇഞ്ച് വിട്ടുകൊടുക്കാതെ ഇടതുമുന്നണിയുടെ പ്രകടനം. റോഡ് ഷോയിൽ C കൃഷ്ണകുമാറിനൊപ്പം ശോഭാ സുരേന്ദ്രനെ മുന്നിൽ അണിനിരത്തിയാണ് BJP കൊട്ടിക്കലാശത്തിന് കൊട്ടിക്കയറിയത്. പച്ചയും ഓറഞ്ചും കലർന്ന ബലൂണുകൾക്കിടയിലൂടെ പാട്ടും നൃത്തവുമായി പ്രവർത്തകർ തെരുവിലിറങ്ങി. പ്രവർത്തകരുടെ ആവേശ പ്രകടനങ്ങളിൽ K സുരേന്ദ്രനും പങ്കാളിയായി. ഒടുവിൽ C കൃഷ്ണകുമാറും P സരിനും ക്രെയിനിലേറി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് ആവേശപൂരത്തിന് കൊടിയിറങ്ങിയത്. ട്വിസ്റ്റുകളും സസ്പെൻസുകളും നിറഞ്ഞ സംഭവബഹുലമായ പാലക്കാടൻ പകൽപൂരത്തിന് ആവേശ ക്ലൈമാക്സ്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു പകലിനപ്പുറം വിധിയെഴുത്ത്. ശേഷം കോട്ട പിടിക്കുന്നതാരെന്നറിയാൻ കാത്തിരിപ്പ്. ന്യൂസ് മലയാളം, പാലക്കാട്.